എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഹോശേയ 2:14 മുതൽ 16 വരെ. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായ ആഖോർ താഴ്വരയെയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിലെ എന്ന പോലെയും അവൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാളിലെന്ന പോലെയും വിധേയ ആകും. അന്നാളിൽ നീ എന്നെ ബാലി, ഉടയവൻ എന്നല്ല, ഈശി, ഭർത്താവേ എന്ന് വിളിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ യഥാസ്ഥാനത്തിൻ്റെ മനോഹരമായൊരു വാഗ്ദത്തം കാണുന്നു. ദൈവത്തെ വിട്ടകന്നുപോയ ജനത്തെ ഏത് വിധേനയും തന്നിലേക്ക് വീണ്ടും അടുപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ദീർഘക്ഷമയുള്ള ദൈവത്തെയാണ് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത്. 5 കാര്യങ്ങളാണ് ഇവിടെ വാഗ്ദത്തം ചെയ്യപ്പെടുന്നത്. 1, വശീകരിക്കും. 2, മരുഭൂമിയിൽ കൊണ്ടുചെല്ലും. 3, ഹൃദ്യമായി സംസാരിക്കും. 4, അവൾക്ക് കൊടുക്കുന്ന പ്രതിഫലം. 5, അവൾ പണ്ടത്തെ പോലെയാകും. ഇവയോരോന്നും നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തേത് വശീകരിക്കുക. ക്രിസ്തുവിൻ്റെ സ്നേഹം ആകർഷിക്കുന്ന സ്നേഹമാണ്. അത് അനുഭവിച്ച ആളുകൾക്ക് മാത്രമേ അതിൻ്റെ പ്രത്യേകത മനസ്സിലാവുകയുള്ളൂ. അല്ലാത്തവർക്ക് ഇത് വലിയ വിചിന്തനങ്ങൾക്ക് വിധേയമാക്കാം, വ്യാഖ്യാനങ്ങൾക്ക് അധിഷ്ഠിതമാക്കാം. ചില ആളുകൾ വിഡ്ഢിത്തം എന്ന് പറയാൻ സാധ്യതയുണ്ട്. ഉത്തമഗീതം 1:4 നോക്കുമ്പോൾ, നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോകാം. ആകർഷണത്തിൻ്റെ തീവ്രത വെളിപ്പെടുത്തുന്ന വരികളാണ് ഇവ. ശലോമോന്റെ സകല സമ്പത്തിനും പ്രൗഢിക്കും അപ്പുറമായ ആകർഷണമാണ് ശൂനേംകാരത്തിക്ക് ഇടയ ചെറുക്കനോട് ഉള്ളത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇസ്രായേലിനെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരുന്നതിനെ വർണ്ണിക്കുന്നു. ഒരു സാഹചര്യത്തിനും വേർപെടുത്താൻ സാധിക്കാത്ത സ്നേഹമാണ് നിത്യസ്നേഹം. ഇതാണ് സൃഷ്ടാവിന് നമ്മോടും നമുക്ക് അങ്ങോട്ടുമുള്ള സ്നേഹം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യപാശങ്ങൾ കൊണ്ട്, സ്നേഹബന്ധങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു. അതെ, അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ ഈ മഹാദൈവം വളരെ വലിയ കാര്യമാണ് ചെയ്തത്. 1, സ്നേഹത്തിന് പ്രതികരിക്കാൻ അറിയുന്നതിന് മുൻപേ ദൈവം നമ്മളെ സ്നേഹിച്ചു. 2, ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രരാകാൻ നമ്മെ വിളിച്ചു. 3, നടക്കാൻ ശീലിപ്പിച്ചു. 4, ഭുജങ്ങളിലെടുത്തു. 5, സൗഖ്യമാക്കി. 6, നുകം മാറ്റി തീനിട്ട് കൊടുത്തു. 7, അടിമച്ചങ്ങല നീക്കി സ്വതന്ത്രരാക്കി. 8, ആർത്തി തീർത്തു കൊടുത്തു. ഇതൊക്കെ ആയിട്ടും ഈ ദൈവത്തെ അവർ അറിഞ്ഞില്ല എന്നതാണ് വൈരുദ്ധ്യം. യോഹന്നാൻ 6-ാം അധ്യായം 44-ാം വാക്യം നോക്കുമ്പോൾ, സ്വർഗസ്ഥനായ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഒരു ആകർഷണം ഉണ്ട് എന്നത് വാസ്തവമാണ്. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും തങ്കലേക്ക് ആകർഷിക്കും എന്ന് കർത്താവ് പറയുന്നു. യോഹന്നാൻ 12-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ. നൂറ്റാണ്ടുകളായി
ഈ യാഥാർത്ഥ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അന്ധകാരത്തിൻ്റെയും മൂഢതയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും നടുവിൽ ബന്ധിതരായിരിക്കുന്ന അനേകരെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം പോലെ ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. ലോകത്തിൽ ലഭ്യമായിരിക്കുന്ന സകലത്തിലും വലുതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. ഈ സ്നേഹം ദൈവത്തിങ്കിലേക്ക് നമ്മെ ആകർഷിക്കുന്നു, അല്ലെങ്കിൽ പ്രവാചകൻ പറയുന്ന പോലെ നമ്മളെ വശീകരിക്കുന്നു. വശീകരണ തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒന്നും ഇതിലില്ല. ദൈവത്തിങ്കലേക്ക് നമ്മളെ വശീകരിക്കാൻ ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവ സ്നേഹമാണ് കാരണം. ആ സ്നേഹത്തിൻ്റെ മുൻപിലാണ് നമ്മൾ വശീകരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ആ സ്നേഹത്താൽ നമ്മളെ വില കൊടുത്ത് വാങ്ങി വീണ്ടെടുത്ത് ദൈവഭാഗത്ത് നിർത്തിയിരിക്കുന്നു. ഈ ഒരു ചിന്തയാണ് ഹോശേയ പ്രവാചകൻ നൽകുന്നത്. ബാക്കിയുള്ള ഓരോ ചിന്തകളും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ സ്നേഹം കൊണ്ട് നമ്മെ വീണ്ടെടുത്തു. വീണ്ടെടുപ്പിൻ്റെ വില വളരെ വലുതായിരുന്നു എന്ന് ഈ സ്നേഹബന്ധത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് രുചിച്ച് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ സ്നേഹം നമ്മെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. അവിടുത്തെ സ്നേഹബന്ധത്തിൽ ദൈവഭാഗത്തേക്ക് ഞങ്ങളെ വശീകരിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങളൊന്നും അറിയാതെ ഇരുന്ന കാലത്ത്, ചിന്തിക്കാതെ ഇരുന്ന സമയത്ത്, ഞങ്ങൾ ആഗ്രഹിക്കാതെ ഇരുന്ന നേരങ്ങളിൽ അവിടുത്തെ സ്നേഹം ഞങ്ങളെ തേടി വന്നതോർത്ത് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അത് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റവും പ്രതിബദ്ധതയോടെ സമർപ്പിതരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹബന്ധത്തിൽ ഉറ്റിരിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. ഞങ്ങളുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങളുടെ ഇച്ഛകൾ കൊണ്ടും ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽപ്പാൻ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയിൽ നിലനിൽപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം ഏവരോടും നമ്മുടെ ആവശ്യങ്ങളോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.